നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്ന ഇച്ചിരി വലിയ ഐറ്റമാണ്. അതായത് ഐഫലിൻ്റെ യുവർ YU2600 എന്ന് പറഞ്ഞ ഇൻഡക്ഷൻ മോട്ടറുള്ള പ്രഷർ വാഷറാണ്. ഇതിൻ്റെ ഇപ്പോൾ MRP 6500 നമുക്കത് 1500 ആ സമയത്ത് മേടിച്ചത്. ഇത് അൺബോക്സിങ് വെച്ച് പണിയാകുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഇറക്കി വയ്ക്കാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് മറ്റൊരു ബോക്സ് ഐഫൽ യുവർ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2500 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പം ഇൻഡക്ഷൻ മോട്ടർ എടുത്താന്ന് വെച്ചാൽ സാധാരണ യൂണിവേഴ്സൽ മോട്ടർ ആണെങ്കിൽ ഏത് സംഭവം നമ്മുടെ 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കണ്ടിന്യൂസ് പ്രവർത്തിപ്പിക്കാം, വേറെ ഇഷ്യൂയൊന്നുമില്ല. ഇത് 8 മീറ്റർ നീളമുള്ള ഹോസ് ഉണ്ട്, മെറ്റൽ നെറ്റ് ഹോസ് ഉണ്ട്. അന്നേരം മെറ്റലും ഉണ്ടെങ്കിൽ അത് ഓടിയത്തില്ല പെട്ടെന്ന്. 120 ബാറാണ് മാക്സിമം പ്രഷർ വരുന്നത്. പിന്നെ 11 ലിറ്റർ പെർ മിനിറ്റാണ് ഫ്ലോ വരുന്നത്. അത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ടോട്ടൽ സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്, പവർഫുൾ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, ഡ്യുവൽ വാട്ടർ ഇൻടേക്ക് മെത്തേഡ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ സ്പ്രേ നോസിലുണ്ട്, ഫുൾ സെറ്റ് ഓഫ് ആക്സസറി ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒന്നും പേടിക്കണ്ട. ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ സെൽഫ് വാട്ടർ സെക്ഷൻ ഉണ്ട്, കോമ്പാക്ട് ഡിസൈനാണ്, ഡ്യൂറബിൾ മെഷീൻ ലൈഫാണ്, സ്പെഷ്യൽ പാക്കിംഗ് ഉണ്ട്, ഈസി ടു ക്യാരി ആണ്, ഈസി ടു ഇൻസ്റ്റാൾ, മൾട്ടിപർപ്പസ് ആപ്ലിക്കേഷൻ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കൊടുത്തിട്ടുണ്ട് വീട്, കാറ്, സൈക്കിള്, സ്കൂട്ടർ, തറ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഡെസ്കോ മെഞ്ചൊക്കെ പുറത്തിറക്കുന്ന കഴിയാനൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ജർമ്മൻ ടെക്നോളജി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് ആക്കൂടെ കുറവൊന്നും നമുക്ക് പറയാനായിട്ട് ഇതിന് വീലില്ലാത്ത ടൈപ്പാണ്. അപ്പം നമുക്ക് ഉരുട്ടാൻ പറ്റത്തില്ല, നമ്മൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവം പോകുന്നത്. പിന്നെ 130 ബാറിന് മേളിൽ പ്രഷറുള്ളതായതുകൊണ്ട് നമുക്ക് ഒരുതപ്പെട്ട എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാം. അതിനോട് തന്നെ സൂട്ടബിൾ ഫോർ എനി ഹൗസ് ഹോൾഡ് ഓർ അപ്പാർട്ട്മെൻറ്റ് യൂസിനുണ്ട്. 100% ക്വാളിറ്റി പറയുന്ന പിന്നീട് അപ്പോൾ ഇച്ചിരി ഹെവിയാണെന്നുള്ളത് മാത്രം സത്യമാണ്. അതിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. 11,900 രൂപയാണ് അതിന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പകുതിക്കാണ് നമുക്ക് കിട്ടിയത്. മാർക്കറ്റ് എല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതും പറഞ്ഞാൽ എൻ്റെ മുക്കാട്ടർ മാനുവലുണ്ട്, ഡീറ്റെയിലായിട്ടൊക്കെ നോക്കാം. അതിൻ്റെ ഗണ്ണ് വരുന്നുണ്ട്, വെച്ചാണ് നമ്മൾ വെള്ളം ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഗണ്ണ്. കൊള്ളാം, നല്ല മെറ്റലിൻ്റെ പുറത്ത് ഇത് നമ്മൾ ഇതിനകത്താണ് പൈപ്പ് ഘടിപ്പിക്കേണ്ടത്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതിനകത്തെല്ലാം മെറ്റൽ വരുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയിൽ ചേരുന്നുണ്ട്, ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി പവർഫുൾ ആയതുകൊണ്ടാണ്. ട്രിഗർ ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് ഉള്ള വെള്ളത്തിൻ്റെ എടുക്കാനായിട്ടുള്ളതാണ്. ഇത് അകത്തേക്ക് എടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. അരിപ്പൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് വെള്ളം എടുക്കുന്നിടത്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ഇതതിൻ്റെ ലോക്കാണ്. ഇതെല്ലാം ഇതിൻ്റെ കണക്ടറുകളാണ് പല ടൈപ്പിൽ. സാധാരണ പെട്ടെന്ന് പോകുന്നതും ഈ കണക്ടറുകളാണ്. ഇപ്പതിൻ്റെയൊക്കെ ആകുന്നുണ്ട് സ്പെയർ കിട്ടും, പക്ഷേ പുറത്ത് കിട്ടത്തില്ലെന്നുള്ള അവരുടെ ടെക്നീഷ്യൻ തന്നെ ഒന്ന് ശരിയാക്കി തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടെക്നീഷ്യൻ്റെ അതിലൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതാണ് കേട്ടോ ചെയ്തിൻ്റെ ഇത് വരുന്ന പൈപ്പ് 8 മീറ്ററിൽ. അത്യാവശ്യം വളരെ സ്ട്രോങ് സാധനമാണ് കേട്ടോ. നമുക്ക് കഴിയുമ്പോൾ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇത് അല്ലാതെയുള്ള കേബിളാണ്. ഇത് സാധാ കേബിൾ, പക്ഷേ ഓടിയതല്ല. അത്യാവശ്യം പോലെ ഇരിക്കുകയാണ്. ഓടിയുന്ന ടൈപ്പ് അല്ല ഇത്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഓരോന്നോരോന്ന് ചെയ്ത് വരണം. അതും ഫിൽറ്ററാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫോം നോസിൽ, അതായത് നമ്മൾ ഈ പത പോലെ വെച്ച് വണ്ടി എഴുതത്തില്ല, ആ സാധനമാണ് ഫോം നോസിൽ. നമ്മളിതൊന്നും പേടിക്കേണ്ട, എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതൊന്നും നമ്മൾ അഡീഷണലായിട്ട് മേടിക്കണം. പക്ഷേ ഈ സാധനങ്ങൾ സൂക്ഷിക്കണം. ഇതിനകത്തൊക്കെ എല്ലാം കംപ്ലൈൻ്റ് ആവുന്നത് ഇത് മാത്രമായിരിക്കും. വേറെ ഏതായിട്ട് കംപ്ലൈൻറ്റുകളൊന്നും വരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. പ്രഷർ ഗേജ് കൊടുത്തേക്കുന്നു, ടെക്നോളജി ഒന്ന് കൊടുത്തിട്ടുണ്ട്. അകത്ത് ലിക്വിഡ് വരുന്ന ടൈപ്പാണ്. പ്രഷറാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. അത്യാവശ്യം നീളമുള്ള കേബിളൊക്കെ കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഇവിടുന്ന് ഒക്കെ പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മോഡൽ ഇതാണ്. പവർ 220 വാട്ട്സ് 50 ഹെർട്സ് 2.4 കിലോ വാട്ട്. ഇവിടെ നിന്നാണ് പുറത്തേക്കുള്ളതും അകത്തേക്കുള്ളതുമായിട്ടുള്ള വാൽവൊക്കെ. ഇനി കാലേ ഉള്ളൂ, ഇവൻ ഉരുളത്തില്ല. 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസാണ് കാണിച്ചത്. വെളിയിലോട്ടുള്ളതാണ് കറുത്ത ഹോസ്. അതിൻ്റെ ഈ ഹോസ് നമ്മൾ കാണിച്ചത് ഔട്ട്ലെറ്റ് ഹോസാണ്. 8 മീറ്ററിൻ്റെ. പിന്നെ പോർട്ടബിളാണ്, കാറ് എല്ലാത്തിനും ഉപയോഗിക്കും. അതിൻ്റെ കൂടെ ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. വയർഡാണ്, കോഡഡായിട്ടുള്ള ഇതാണ്. മറ്റേ കളർ വരുന്നുണ്ട്. 120 ബാർ
വെയിറ്റ് 4.5 കിലോഗ്രാം ഉണ്ട് കേട്ടോ. ജർമ്മൻ ടെക്നോളജിയാണ്. ഇതേപോലെ നല്ല കട്ടിയുള്ള അഴുക്കും ഓയിലും ചെങ്കും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും എല്ലാം പോകുന്നത് വെച്ച് 11 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറയുമ്പം വലിയ ഏരിയയിൽ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. ഇത് എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം അത് നല്ലതാണ്. ഇപ്പം എനർജി സേവ് ചെയ്യാനായാലും ഈ പമ്പിൻ്റെ ലൈഫിനായാലും നല്ലതാണ്. പിന്നെ 3 മീറ്റർ ഇൻലെറ്റ് പൈപ്പാണ് നേരത്തെ കാണിച്ചത്. 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ്, സ്പ്രേ ഗണ്ണിൻ്റെ എക്സ്റ്റൻഷൻ റോഡ്. ഇതാണ് 3 മീറ്റർ ഇൻലെറ്റ് പൈപ്പ്, സ്പ്രേ ഗണ്ണിൻ്റെ എക്സ്റ്റൻഷൻ റോഡ്. ഇത് 1 ഇൻലെറ്റ് ഫിൽറ്റർ ഇതായിരിക്കണം. 1 ഇൻലെറ്റ് കണക്ടർ ഇതിൽ ഏതെങ്കിലുമായിരിക്കണം. എനിക്ക് 1 ടാപ്പ് കണക്ടർ അതൊക്കെ ഇതായിരിക്കും. ബക്കറ്റ് വാട്ടർ ഫിൽറ്റർ ഇതായിരിക്കും ബക്കറ്റ് വാട്ടർ ഫിൽറ്റർ. നമുക്ക് ബക്കറ്റിൽ നിന്നും അന്നേരം ഉപയോഗിക്കാം. ഹോം സ്പ്രേ വാട്ടർ അതിതാണ്. അപ്പോൾ നമ്മൾ പൈപ്പ് മാത്രമല്ല ബക്കറ്റിൽ വേണമെങ്കിൽ വെള്ളം പിടിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പം 18 മാസമാണ് വാറണ്ടി. സ്റ്റാൻഡേർഡ് വാറണ്ടി 12 മാസവും. രജിസ്ട്രേഷൻ ചെയ്താൽ 30 ദിവസത്തിൽ രജിസ്ട്രേഷൻ ചെയ്താൽ 6 മാസം അഡീഷണൽ വാറണ്ടി. ഇപ്പോൾ ഐവലിൻ്റെ എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡൊക്കെ മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻ 28x25x38 സെൻറ്റിമീറ്റർ ഇതാണ് വരുന്നത്. മാനുഫാക്ചർ ചൈനയാണ് കേട്ടോ. പേര് ഐവലാണെങ്കിലും മാനുഫാക്ചർ ചൈനയാണ്. പിന്നീട് അത്യാവശ്യം പ്രഷർ വാഷറിൽ അത്യാവശ്യം ഇതിന് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. വണ്ടി കഴുകാൻ നമുക്ക് ഫോം സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. അല്ലാതെ കഴുകാം, തലയൊക്കെ കഴുകാം, ഒരുവിധപ്പെട്ട എല്ലാം. ഇതിന് സർവീസ് അസിസ്റ്റൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. അത് പവർ സ്വിച്ച് ഉണ്ട്. 900 വാട്ടിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇൻലെറ്റ് ഹോസ് കണക്ടർ, ഔട്ട്ലെറ്റ് ഹോസ് കണക്ടർ രണ്ടും ഇത് നമ്മൾ കാണിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രഷർ ഇൻഡിക്കേറ്റർ അതും കാണിച്ചു. ഈ സംഭവം മാറ്റത്തെ കറക്റ്റ് ചെയ്യണം. നമ്മൾ ലോയും ഹൈയും ആക്കി വയ്ക്കുന്നത്. ഇതാണ് മൗത്ത് ചെറുതാക്കി വലുതാക്കിയാണ് നമ്മളിതിൻ്റെ വലുതും ചെറുതാക്കുന്നതിൻ്റെ മൗത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ജെറ്റ് സ്പീഡ്, ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്, ഇങ്ങനെ 3 സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അത്യാവശ്യം ഡീറ്റെയിലൊക്കെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം പറയാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഉപയോഗത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.